ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 125 സർഗം വാനര സമ്മാനം, അതാണ് വ്യാഖ്യാനിക്കുന്നത്. ഉപസ്ഥിതം തുതം ദൃഷ്ട്വാ പുഷ്പകം പുഷ്പഭൂഷിതം അവിദൂരസ്ഥിതോ രാമം പ്രത്യുവാച വിഭീഷണ. പുഷ്പവിഭൂഷിതമായിരിക്കുന്ന പുഷ്പക വിമാനം അടുത്തെത്തിയത് കണ്ട് സമീപത്ത് നിന്നിരുന്ന വിഭീഷണൻ രാമനോട് പറഞ്ഞു: സതുബദ്ധാഞ്ജലി പ്രഹോ വിനീതോ രാക്ഷസേശ്വര. വണക്കത്തോടെ തൊഴുകൈ പൂണ്ടു നിൽക്കുന്ന രാക്ഷസായകൻ കിം കരോമേതി രാഘവം, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് രാമനോട് ചോദിച്ചു. സ്നേഹത്തോടു കൂടിയിട്ട് വിമർശ രാഘവോ വാക്യമിതം സ്നേഹ പുരസ്കൃതം. മഹാതേജസ്വിയായിരിക്കുന്ന രാമൻ ചിന്തിച്ച ശേഷം ലക്ഷ്മണൻ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്നേഹ വാത്സല്യങ്ങളോട് കൂടിയിട്ട് അവനോട് പറയുകയുണ്ടായി: കൃതപ്രയത്നകർമാണോ വിഭീഷണ വരോഗസ നേരർത്ഥേച്ച വിഭൂഷണേശാഭിപൂജയ. വിഭീഷണ പ്രയത്നിച്ച് വേല ചെയ്ത വാനരന്മാരെ രത്നങ്ങളും ധനങ്ങളും വിവിധ ഭൂഷണങ്ങളും കൊണ്ട് നീ പൂജിച്ചാലും സഹൈഭിരജിതാലങ്ക നിർജിത രാക്ഷസേശ്വര. ഉത്സാഹത്തോടെ പ്രാണഭയം വെടിഞ്ഞ പോരിൽ നിന്ന് പിന്തിരിയാത്ത ഇവരോടൊപ്പമാണ് ഞാൻ അജയ്യമായ ലങ്കയെ ജയിച്ചത്. തൈമേ കൃതകർമാണ പൂജ്യന്താം സർവവാനരാ. കർമ്മം ചെയ്തു കഴിഞ്ഞ ഈ വാനരന്മാരെ എല്ലാം പൂജിച്ചാലും ധനരത്നപ്രധാനേന കർമ്മേഷാം സഫലം കുരു. ധനരത്നങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ കർമ്മത്തെ സഫലമാക്കുക. ഏവം സമ്മാനിതാശൈതേ മാനർഹ മാനതത്വയ. അല്ലയോ മാനത, മാനർഹരായ ഈ വാനരന്മാര് കൃതജ്ഞനായ ഭവാൻ ഇങ്ങനെ സൽക്കരിച്ചാൽ സന്തുഷ്ടരായിട്ട് തീരും. ത്യാഗിനം സംഗൃഹീതാരം സാനുക്രോശം യശസ്സിലും. സർവരും നിന്നെ ത്യാഗശീലനായും ആദരണീയനായും കനിവുള്ളവനായിട്ടും കീർത്തിമാനായിട്ടും കരുതും. അതിനാൽ ഞാൻ പറയുന്നതാണ് ഇത്: ഹീരം രതിഗുണൈ സർവൈരഭിസ്കന്ധാരമാഹവേ തജന്തി നൃപതിം സൈന്യാം സംവിത്നാസ്ത നരേശ്വരം. സൽഗുണങ്ങളൊന്നുമില്ലാത്ത പോരിൽ കൊല്ലിക്കുന്ന രാജാവിനെ സൽഗുണങ്ങളൊന്നുമില്ലാതെ പോരിൽ കൊല്ലിക്കുന്ന രാജാവിനെ സൈന്യങ്ങൾ ഉത്സാഹം നശിച്ച് ഉപേക്ഷിച്ചു കളയും. ഏവമുക്തസ്തുരാമേണ വാനരാസ്ഥാൻ വിഭീഷണ. രാമൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിഭീഷണൻ വാനരന്മാർക്കെല്ലാം ധനവും രത്നങ്ങളും പങ്കുവെച്ചു കൊടുത്ത് പൂജിച്ചു. തതസ്ഥാൻ പൂജിതാൻ ദൃഷ്ട്വാ രത്നൈരർത്ഥൈർച്ച യോധവാൻ ആര്യരോഗതോ രാമസ്തദ്വിമാനം അനുത്തമം. ധനവും രത്നങ്ങളും കൊണ്ട് വാനരയോധവന്മാർ സൽക്കരിക്കപ്പെട്ടത് കണ്ടതിന് ശേഷം രാമൻ അത്യുത്തമമായിരിക്കുന്ന വിമാനത്തിലേക്ക് കയറി. ലജ്ജിതയും യശസ്വിനിയുമായിരിക്കുന്ന വൈദേഹിയെ മടിയിലെടുത്ത് വിക്രാന്തനും വില്ലാളിയുമായിരിക്കുന്ന സഹോദരൻ ലക്ഷ്മണനോടൊപ്പം വിമാനത്തിലേക്ക് കയറി. വിമാനത്തിലിരുന്ന സർവ്വവാനരന്മാരെയും സുഗ്രീവ വിഭീഷണന്മാരെയും ഒക്കെ മാനിച്ചുകൊണ്ട് പറയുകയുണ്ടായി: മിത്രകാര്യം കൃതമിതം ഭവത്പിർ വാനരോത്തമ. വാനരോത്തമന്മാരെ, ഈ മിത്രകാര്യം നിങ്ങൾ നിർവഹിച്ചു. ഞാൻ നിങ്ങൾക്കെല്ലാം വിട നൽകുന്നു. ഇഷ്ടം പോലെ മടങ്ങുക. എത്തുകാര്യം വയസ്സേന സുഹൃതാവാ പരന്തവ. പരന്തവ സുഗ്രീവ, സുഹൃത്തോ വയസ്സിലോ നിർവഹിക്കേണ്ട സർവകാര്യങ്ങളോ അധർമ്മത്തെ ഭയപ്പെടുന്ന ഭവാൻ ചെയ്തു. കിഷ്കിന്താം പ്രതിയാഹ്യാശു സ്വസൈന്യേനാഭി സമ്പ്രദ. സ്വസൈന്യങ്ങളോടൊപ്പം വേഗം കിഷ്കിന്ധയിലേക്ക് മടങ്ങിക്കൊള്ളുക. വിഭീഷണ, ഞാൻ നൽകിയ സ്വരാജ്യമായിരിക്കുന്ന ലങ്കയില് വാണുകൊള്ളുക. നത്വാൻ ദർശയിതും ശക്താഹ സേന്ദ്രോ അഭിദിവോഗസ. ഇന്ദ്രസമേതരായിരിക്കുന്ന ദേവന്മാർക്ക് പോലും നിന്നോട് കയർക്കാനായിട്ട് കഴിയില്ല. ഞാൻ എൻ്റെ പിതാവിന്റെ രാജധാനിയായിരിക്കുന്ന അയോധ്യയിലേക്ക് പോകുന്നു. വിട നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടെല്ലാം യാത്ര ചോദിക്കുന്നു. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ മഹാബലന്മാരായിരിക്കുന്ന ആ വാനരന്മാരും രാക്ഷസനായിരിക്കുന്ന വിഭീഷണനും തൊഴുകയോടുകൂടിയിട്ട് രാമനോട് അറിയിച്ചു: അയോധ്യയിലേക്ക് വരുവാനായിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഭവാൻ ഞങ്ങളെല്ലാം കൊണ്ടുപോകണം. ഞങ്ങൾ വനത്തിലും നഗരത്തിലും സശ്രദ്ധം സഞ്ചരിച്ചു കൊള്ളാം. കൃപാത്മജാഭിഷിക്തനായ അങ്ങയെ കാണുകയും കൗസല്യയെ വന്ദിക്കുകയും ചെയ്ത ശേഷം ഞങ്ങൾ വൈകാതെ സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ച് പോയിക്കൊള്ളാം. വിഭീഷണനും വാനരന്മാരും ഇങ്ങനെ പറഞ്ഞപ്പോൾ
ധർമാത്മാവ് ശ്രീമാനുമായിരിക്കുന്ന രാമൻ സുഗ്രീവ വിഭീഷണാദികളോട് ഇങ്ങനെ പറയുകയുണ്ടായി. എനിക്ക് പ്രിയത്തേക്കാൾ പ്രിയതരമായത് ലഭിച്ചു. ഭവാന്മാരോട് എല്ലാം ഒരുമിച്ചുകൊണ്ട് സുഹൃജനസമേതനായി നഗരത്തിൽ ചെന്ന് ആനന്ദിക്കാം. സുഗ്രീവ, ബാലരന്മാരോടൊപ്പം വേഗം വിമാനത്തിൽ കയറൂ. രാക്ഷസേന്ദ്ര, വിഭീഷണ, അങ്ങും അമാത്യന്മാരോടൊപ്പം കയറുക. അപ്പോൾ സുഗ്രീവൻ സൈന്യങ്ങളോടൊപ്പം ആ ദിവ്യമായിരിക്കുന്ന പുഷ്പകത്തിലേക്ക് കയറി. അമാത്യന്മാരോടുകൂടി വിഭീഷണനും ബന്ധപ്പെട്ട് കയറി. അവരെല്ലാം കയറിയപ്പോൾ രാഘവന്റെ അനുവാദത്തോടു കൂടിയിട്ട് കുബേരന്റെ ആ വിശിഷ്ട വാഹനം ആകാശത്തിലേക്ക് ഉയർന്നു. യയോധേന വിമാനേന ഹംസയുക്തേന ഭാസ്വതാം. ഹംസങ്ങളോട് കൂടിയതും ശോഭിക്കുന്നതുമായ ആ വിമാനത്തിൽ കയറി സഞ്ചരിക്കുന്ന രാമൻ സന്തുഷ്ടനായും സംപ്രീതനായിട്ടും കുബേരനെ പോലെ ശോഭിച്ചു. തേ സർവേ വാനരാകൃഷ്ട രാക്ഷസാശ്ച മഹാബലാ യഥാസുഖ സമ്പാദം ദിവ്യേ തസ്മിന്നുപാവിശ. മഹാശക്തരും സന്തുഷ്ടരുമായ സർവവാനരന്മാരും രാക്ഷസന്മാരും ദിവ്യമായ ആ വിമാനത്തില് തിക്കും തിരക്കുമില്ലാതെ സുഖമായിട്ട് ഇരുന്നു. ഇങ്ങനെ വാനരന്മാർക്ക് സുഗ്രീവനാൽ നൽകപ്പെടുന്ന സമ്മാനങ്ങളെ പറ്റിയിട്ട് രാമൻ അയോധ്യയിലേക്ക് യാത്രയാകുന്ന കാര്യങ്ങൾ, രാക്ഷസരാജാവായിരിക്കുന്ന വിഭീഷണനെ കൊണ്ട് സുഗ്രീവന്റെ ആ സൈന്യത്തിന്, വാനര സൈന്യത്തിനൊക്കെ ഭഗവാൻ സമ്മാനങ്ങളെ കൊടുക്കുന്നതും അയോധ്യയിലേക്ക് പോകുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും ശ്രീരാമ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.